ഒരു ടീ മേഡം എനിക്ക് ഒരു ആ പറയൂ, സക്സസ് ഒരു സ്റ്റോറി കാര്യമായിട്ടുണ്ട്, പറയൂ, റെക്കോർഡ് ചെയ്യട്ടെ. ഞാൻ ഉം. ഗോള എഴുതിയതാ അത്. അപ്പം എന്താ വെച്ചാ മോള് ഇപ്പൊ 10th-ലാ. അപ്പൊ അവള് പ്രൈവറ്റ് സ്കൂളിലാ പഠിക്കണേ. അവിടെ നല്ല ഫീസ് ഉണ്ട്. അപ്പം +1 തൊട്ട് ആ, അവിടെ ഡൊണേഷനും കൂടുതലാ, ഫീസ് കൂടുതലാ, 5000 രൂപയാ. ഉം. അപ്പൊ ഞാൻ ടീച്ചർ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ടീച്ചർ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ സ്കൂൾ മാറ്റുകയാണെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഗോൾ എഴുതി അവിടെ തന്നെ അവളെ പഠിപ്പിക്കണമെന്ന്. അപ്പോ ഈ 2 ദിവസം മുമ്പ് ടീച്ചർ വിളിച്ചു, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയൊന്നും ഫീസ് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ പറഞ്ഞു എന്നാ സിസ്റ്ററിന്റെ അടുത്ത് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ സ്കൂളിൽ സിസ്റ്ററെ കാണാതിരുന്നപ്പോഴത്തേക്ക് ഈ ഓപ്പൺ പ്രയർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ അകത്ത് കയറിയപ്പോ സംസാരിച്ചപ്പോ സിസ്റ്റർ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ഇങ്ങോട്ടാണ് ചോദിച്ചത്. നിങ്ങളെ കൊണ്ട് ഉം. പറ്റണത് കൊടുത്താൽ മതി. അതിന് 5000 രൂപ ഡൊണേഷനും ഇപ്പൊ ഞാൻ 2000 രൂപ ഫീസ് കൊടുക്കണം, അതും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. 3000 രൂപ ഫീസ് എനിക്ക് മന്ത്ലി കുറച്ച് തന്നു. ഇനിയിപ്പൊ അതാണ് അവളുടെ reality. അതാണ് പൈസ. പൈസക്ക് അറിയാം നമ്മള്. നോക്കി തന്നെ ഭയങ്കര അതിശയായിപ്പോയി. അവളും കൂടെ നിന്നപ്പോഴാ അമ്മ അവള് പറഞ്ഞു അമ്മ സിസ്റ്റർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ സിസ്റ്റർ സംസാരിക്കോ എന്ന് ചോദിച്ചിട്ട്. വേണ്ടി ഈ പ്രപഞ്ചം മാറുന്ന പറയണേ. ആ അതെ. ഇത് അത്രയും പവർഫുൾ ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 10 കോളിൽ 1 കോൾ ഇതായിരുന്നു. ചേട്ടാ, റിലേഷൻഷിപ്പിൽ നല്ല മാറ്റം ഉണ്ടെന്ന് വെച്ചാ മാമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് എന്റെ പ്രശ്നങ്ങൾ. അപ്പം എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഞാനും മോളും മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് തുറന്നു സംസാരിക്കാനുള്ള 10ാം ക്ലാസ്സിലെ അവള് മാനസികാവസ്ഥയില്ല, അത്രയ്ക്കും മനസ്സിൽ പ്രഷറായിരുന്നു. പക്ഷെ ഞാനിത് ഗോള എഴുതുമ്പോ എഴുതിയെന്ന് വെച്ചാ ഞാനും എന്റെ മോളും തമ്മിൽ നല്ല രീതിയിലുള്ള സ്നേഹബന്ധത്തിൽ പോണം എന്നൊരു ഗോള എഴുതി. പക്ഷെ ഇപ്പോ ഞങ്ങള് എങ്ങനെ മാറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവളും അതെ, ഞാനും അതെ, നല്ല രീതിയിൽ സംസാരിക്കണം, സ്നേഹത്തോടെ സംസാരിക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. എനിക്ക് അത്രയ്ക്ക് ഡിപ്രഷൻ ബാധിച്ച അവസ്ഥയായിരുന്നു അത്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോ അത് അവളെയും ബാധിച്ചു എന്നുള്ളതാ. പക്ഷെ ഇപ്പൊ ഗോളൊക്കെ എഴുതി ഞാൻ മാറിയപ്പോ അവൾ അതിനെക്കാട്ടി നന്നായിട്ട് മാറി. ഇത്രയ്ക്ക് അവൾ എന്നോട് സംസാരിക്കുമെന്ന് എനിക്കിപ്പം ഇപ്പോഴാ മനസ്സിലായത്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് തമ്മിൽ ഇടയിൽ അങ്ങനെ ഒരു 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 പ്രശ്നവും ഇല്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കും.